സ്വാമിയുടെ പേരെന്താ? എൻ്റെ പേര് ജോഗി. ഞങ്ങൾ ഇവിടെ നടത്തുന്നത് പണ്ടേ നമ്മുടെ അച്ഛന്മാർ നടത്തിക്കൊണ്ടിരുന്നതാണ്. സ്വാമിയാണ് പൂജ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ മഴൻ്റെ ഒരു മീനമാസം കൊണ്ട് ഞങ്ങളിവിടെ ഇതേപോലെ കൊടുക്കുന്നുണ്ട്. മീനമാസം 1-ന് ഇവിടെ ഈ പൂജ കഴിഞ്ഞാൽ, ഈ ഉത്സവം കഴിഞ്ഞാൽ മഴ പെയ്യും. നമുക്ക് അറിയാത്തതെല്ലാം തെറ്റാണെന്ന് കരുതരുത്. നമ്മുടെ അറിവിലും ബോധ്യത്തിലും ഇല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അടിയർ സമുദായത്തിൻ്റെ വ്രതശുദ്ധിയുള്ള ആചാരങ്ങളും ഉത്സവങ്ങളും നമുക്ക് കാണാം. വായോ. എല്ലാ വർഷവും മീനമാസത്തിൽ ഈ ഉത്സവത്തോടനുബന്ധിച്ച് ആൽമരത്തിൻ്റെ ചുവട്ടിൽ ദേവിയുടെ അനുഗ്രഹം എന്ന് പറയുന്നു. അതൊരു മൺപുറ്റാണ്, ആരും ഉണ്ടാക്കിയതല്ല, അത് തന്നെ ഉണ്ടായി വരുന്നത്. ദേവിന്റെ ഒരു ചിത്രം പോലെ തന്നെ ഉണ്ട്. ദേവിയുടെ ചിത്രം പോലെ ഉണ്ട്. നോക്കൂ ഈ ചക്ക. ചനിക വീടുന്ന മുതൽ ഇവിടെ വരെ ഉണ്ടായിരുന്നു. ആണല്ലേ? പാട്ട് പാടുവോ? പഠിച്ച് മേസനായിട്ടോ. ഇത് അവില്, മലര്, മുന്തിരിയൊക്കെ അല്ലേ? കൽക്കണ്ടം. ഞങ്ങൾ സ്വാമിയെ കണ്ട് സ്വാമി കുറെ ഐതിഹ്യമൊക്കെ പറഞ്ഞു തന്നു. അല്ല, എന്താണെന്നറിയോ, ഇപ്പൊ രാവിലെ എന്ത് പണിക്ക് പോയിക്കോട്ടെ, ഒന്ന് കുളിച്ച് ഒന്ന് വന്ന് തൊഴുതു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഐശ്വര്യം കിട്ടും. അതായത് ഈ ലോകത്ത് എത്ര പഠിപ്പുള്ളവനാണേലും ദൈവമേ എന്ന് വിളിക്കാതിരിക്കില്ല. അതെ, അതാ വ്രതശുദ്ധിയോടെ നിലനിർത്തിയ അതൊരു ഐശ്വര്യം തന്നെയാണ്. ഉണ്ട്. നിങ്ങൾ കുറിച്ച് സംഭവം പള്ളിയറ അവരൊക്കെ നിങ്ങൾ അമ്മ അപ്പൂസേ ഒരു മിനിറ്റ്. നിങ്ങൾക്ക് പിന്നെ വേറെ സംസാര ഭാഷയുണ്ടോ? ഒരു മിനിറ്റ്. ഓക്കെ. എന്താ അറിയാം മോളെ, പിന്നെ മോള് പാടുമെങ്കിൽ അവരോട് കുറച്ച് നേരത്തേക്ക് മൈക്ക് ഓഫ് ചെയ്യാൻ പറയണം, അല്ലെ ആ പാട്ടും കൂടെ കിട്ടും. മോള് കറക്റ്റ് കിട്ടില്ല, അതാ ചോദിച്ചാൽ. മോള് പാടുമെങ്കിൽ എടുക്കാം. ഒത്തിരി പേര് ഞങ്ങളുടെ വീഡിയോസൊക്കെ ഉണ്ടോ, എത്രയോ കുട്ടികളെ പാടിയിടുന്നത്. എന്തോ കാണുന്നുണ്ടല്ലേ?
ഞങ്ങള് മീനങ്ങാടി, ഞാൻ വർക്ക് ചെയ്യുന്ന WMS രക്ഷിതാക്കളും നമ്മളോട് നന്നായിട്ട് നിൽക്കും. പിന്നെ അത് ഇഷ്ടപ്പെടാത്തവർ ഒത്തിരി പേരുണ്ടാവും. എന്തോ അമ്മ അശ്വിനിയുടെ